കാനഡയിലെ ഇന്ത്യൻ താൽക്കാലിക താമസക്കാരെ ലക്ഷ്യമിട്ടുകൊണ്ട് ടിക്ടോക്ക് പരസ്യം വ്യാപകമാകുന്നു. ഔദ്യോഗിക അതിർത്തി എൻട്രി പോയിന്റുകളിലൂടെ മറ്റൊരു വഴിയിൽ ഇന്ത്യക്കാരെ യുഎസിലേക്ക് കടക്കാൻ സഹായിക്കുന്നു എന്ന വാചകത്തോടെയുള്ള പരസ്യമാണ് വ്യാപകമാക്കുന്നത്. കൂടാതെ ഇതുവഴി ഈടാക്കുന്നത് വൻ തുകയും. നിയമവിരുദ്ധമായ ഈ ഒരു സേവനം പരസ്യപ്പെടുത്തുന്ന ഒരു അക്കൗണ്ടുമായി കഴിഞ്ഞ ദിവസം റേഡിയോ കാനഡ ഒരു സംഭാഷണം നടത്തിയിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്താൻ 1 മണിക്കൂർ എടുക്കുമെന്നും അവിടെ നിന്ന് കാട്ടിലൂടെ 40 മിനിറ്റ് നടക്കണം, ഇതെല്ലാ ദിവസവും ചെയ്യുന്നു തുടങ്ങിയ വിവരങ്ങളാണ് റേഡിയോ കാനഡയ്ക്ക് ലഭിച്ചത്. അതേസമയം ഈ പരസ്യം നൽകിയ ടിക്ടോക്ക് അക്കൗണ്ടിൽ ഏകദേശം 3,60,000-ലധികം ഫോളോവേഴ്സ് ഉണ്ട്. അക്കൗണ്ടുകൾ മോൺട്രിയൽ, ബാപ്റ്റൺ, ബിസി എന്നിവിടങ്ങളിൽ നിന്ന് യുഎസിലേക്ക് സുരക്ഷിതമായി ആളുകൾക്ക് എത്തിപ്പെടാൻ വാഗ്ദാനം ചെയ്യുന്നു. അതേസമയം പ്രാഥമികമായി ഇത് കാനഡയിൽ താമസിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ഒരു പരസ്യം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. കാനഡയിൽ നിന്ന് യുഎസിലേക്കുള്ള ക്രമരഹിതമായ എൻട്രികളുടെ എണ്ണം അടുത്ത മാസങ്ങളിൽ വർദ്ധിച്ചിരുന്നു. ഇതോടെ ഇത്തരം ക്രമരഹിതമായ ക്രോസിംഗുകൾ കനേഡിയൻ അമേരിക്കൻ നിയമങ്ങളാൽ നിരോധിച്ചിരുന്നു. കൂടാതെ അതിർത്തി കടക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇത് ഔദ്യോഗിക എൻട്രി പോയിന്റുകളിലൂടെ കടക്കണമെന്നും അറിയിക്കുകയായിരുന്നു. അതേസമയം ഈ ടിക്ടോക്ക് അക്കൗണ്ടുകൾ പോസ്റ്റ് ചെയ്ത ചില വീഡിയോകളിൽ സംതൃപ്തരെന്ന് കരുതപ്പെടുന്ന ഉപഭോക്താക്കളിൽ നിന്നുള്ള പഞ്ചാബി ഭാഷയിലുള്ള സാക്ഷ്യപത്രങ്ങളും ഉണ്ടായിരുന്നു. കൂടാതെ ഒരു വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ച് റേഡിയോ കാനഡ ഈ സംഘവുമായി ബന്ധപ്പെട്ടപ്പോൾ $5,000 ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അമേരിക്കൻ അധികാരികൾ ഈ സമ്പ്രദായത്തെ അപലപിക്കുന്നു. അതിർത്തികൾ തുറന്നിട്ടിട്ടുണ്ടെന്ന് അവകാശപ്പെടുന്നതും യുഎസിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമായി വടക്കൻ അതിർത്തി വാഗ്ദാനം ചെയ്യുന്നതുമാണ് US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വിരൽ ചൂണ്ടുന്നത്. കള്ളക്കടത്തുകാർ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നത് തുടരുകയും ദുർബലരായ കുടിയേറ്റക്കാരുടെ സുരക്ഷയിലും ക്ഷേമത്തിലും തികഞ്ഞ അവഗണന കാണിക്കുകയും ചെയ്യുന്നതായി US കസ്റ്റംസ് ആൻഡ് ബോർഡർ പ്രൊട്ടക്ഷൻ വക്താവ് സ്റ്റീവ് ബാൻസ്ബാക്ക് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ന്യൂയോർക്ക്, വെർമണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന തെക്കൻ ക്യൂബക്കിലെ സ്വാറ്റൻ സെക്ടറിൽ ക്രമരഹിത കുടിയേറ്റക്കാരുടെ അമേരിക്കൻ ഇടപെടലുകളിൽ കഴിഞ്ഞ മാസങ്ങളിൽ വൻ വർധനവാണ് രേഖപ്പെടുത്തിയത്. കൂടാതെ ജനുവരി മുതൽ തെക്കൻ ക്യൂബക്കിൽ നിന്ന് യുഎസിലേക്ക് രഹസ്യമായി അതിർത്തി കടന്നതിന് 13,000 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ മെയ് മുതൽ ജൂലൈ വരെ മാത്രം ഏകദേശം 9,000 പേരാണ് അറസ്റ്റിലായത്. എന്നാൽ 2022 അപേക്ഷിച്ച് 526% വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കൂടാതെ ഈ അറസ്റ്റിലായപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരോ ബംഗ്ലാദേശികളോ വിദ്യാർത്ഥികളോ ടൂറിസ്റ്റ് വിസയിലോ കാനഡയിൽ താമസിക്കുന്നവരാണെന്ന റിപ്പോർട്ടുകളാണ് വ്യക്തമാക്കുന്നതും.